ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോകണമെന്നല്ലേ ചെറിയൊരു സങ്കടകരമായ യാത്ര കൂടിയാണ് കേട്ടോ. കാരണം അജു സൗദിയിൽ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നിങ്ങനെ പോവുമെങ്കിലും ആ ഒരു പോകുന്ന നിമിഷം എപ്പോഴും ചെറിയൊരു വിഷമമാണല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിൽക്കാൻ നല്ല കൊതിയായിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സൗദിക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഇതാ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഫുഡ് വന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഫില്ലാവാൻ വേണ്ടി ഒരു കേക്ക് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് തരില്ല എന്ന് പറയുകയാണ്, തരാൻ പറഞ്ഞപ്പോൾ. അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഒരു ജ്യൂസും കൂടി കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇതാ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ. അജുബ്രോ അവിടെ കാറിൽ കുടുങ്ങി, ഞങ്ങളിവിടെ ഷോപ്പിലും കുടുങ്ങി. അങ്ങനെ ഇതാ പപ്പായ ജ്യൂസാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റുള്ള ജ്യൂസായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ കോഴിക്കോട് എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി കുറച്ച് നിമിഷം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര ക്യാൻസലാക്കിയാലോ എന്ന് വരെയുള്ള സംസാരം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആ ഒരു നിമിഷം നമുക്ക് പോകുമ്പോൾ വല്ലാത്തൊരു വേദനയാണല്ലേ. അപ്പോൾ ഇത് ക്യാൻസലാക്കിയിട്ട് വീട്ടിലോട്ട് തന്നെ പോയാലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതാ നമ്മൾ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അജുബ്രോയ്ക്ക് ഉള്ളിലോട്ട് കയറണം. അങ്ങനെ അതാ യാത്ര പറയുകയാണ്. ശരിക്കും ഈ ഒരു നിമിഷം നമുക്ക് വല്ലാത്തൊരു വിങ്ങലാണല്ലേ. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. ശരിക്കും പ്രവാസികൾ അവരുടെ ജോലി ചെയ്യുന്ന ഒരു ത്യാഗം ചെയ്യുന്ന പോലെയാണ് ശരിക്കും. കാരണം ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ വേണ്ടാന്ന് വെച്ചിട്ടല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നതെന്നുള്ളതാണ്. ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായാലും ശരി, അവർ തമ്മിലുള്ള നിമിഷം എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ്സും നല്ല നിമിഷങ്ങൾ. അതവർ എന്തിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ശരിക്കും പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. അതിൽ രണ്ടുപേരും ഒരുപോലെയാണ് ത്യാഗം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ അജുബ്രോ പോവാണ്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു വിങ്ങലോട് കൂടി നോക്കി നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രവാസികൾ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവരുടെ ഭാര്യമാരായിരിക്കും അല്ലേ. അപ്പോൾ കൂടെ ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഇനി അടുത്തത് തിരിച്ചു വരുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഫുൾ ശോകമായിരുന്നു കേട്ടോ വീട്ടിലെത്തുന്നവരെ. അതുകൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടിട്ട് ആ ഒരു ശോകത്തെ ഇങ്ങനെ ഫീൽ ചെയ്തു. അക്സെപ്റ്റ് ചെയ്യുക, ഇപ്പം എന്താണോ ഈ ഒരു നിമിഷത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, കിടന്നുറങ്ങി. ബായ്.